മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയുടെ ചവിട്ടേറ്റ് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. 2 പശുക്കളെയും ഒരു ആടിനെയും ആന ചവിട്ടിക്കൊന്നു. ആനയുടെ ആക്രമണത്തിൽ വീടുകൾക്കും കടകൾക്കും കേടുപാട് സംഭവിച്ചു. നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ പോകുമ്പോൾ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയ സമയത്തായിരുന്നു സംഭവം. പ്രദേശത്തെ വീടിന് പുറകിൽ നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നന്ദഗോപാൽ ചേരും. നന്ദഗോപാൽ, ഇന്ന് രാവിലെയോടെ ആയിരുന്നു സംഭവം. നിലവിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സ്നേഹ, വളരെയധികം വിചിത്രമായൊരു സംഭവമാണ്. പ്രത്യേകിച്ചും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇങ്ങനെ പട്ടാമ്പി നേർച്ചയ്ക്ക് എത്തിയ ആന ഈ പാലക്കാട് നഗരത്തിനോട് അടുത്ത് കിടക്കുന്ന വടക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ലോറിയിൽ നിന്നും ഇറങ്ങി ഓടുകയുണ്ടായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയെ ആദ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് ഈ പാലക്കാട് അമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആകെ ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ആന നിൽക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി നേർച്ചയ്ക്കെത്തിയ അക്രമേൽ ശേഖരൻ എന്ന ആനയാണ് ഇത്തരത്തിൽ വിരണ്ടോടിയിട്ടുള്ളത്. ഓടുന്ന സമയത്ത് ആന പരിസരത്തുള്ള പല വീടുകൾക്കും കടകൾക്കും കേടുപാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആട് മേയ്ക്കാനെത്തിയ ഒരു തമിഴ്നാടുകാരനായ സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയും ആന ചവിട്ടിക്കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം കൂടെ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നന്ദഗോപാൽ, നിലവിൽ ദൃശ്യങ്ങളിൽ കാണാം ആനയുടെ സമീപത്ത് പാപ്പാനാണെന്ന് തോന്നുന്നു. നിലവിൽ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആന ഏകദേശം ശാന്തനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാമോ? അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയുടെ ദേഹത്ത് വെള്ളം ഉൾപ്പെടെ തളിച്ച് ആനയെ ശാന്തനാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിലവിൽ ആനയുടെ കാലിൽ വടം കെട്ടുന്നുണ്ട്. ക്യാപ്ചർ ബെൽറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്നാണ് എലിഫന്റ് സ്ക്വാഡിന്റെ ടീം അംഗങ്ങൾ ഇത്തരത്തിൽ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രദേശം നിറയെ വീടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ പുലർച്ചെ ഏതാണ്ട് 5:45 ആളുകൾ ഉണർന്ന സമയത്ത് പൊന്തക്കാടിനുള്ളിൽ ഒരു ശബ്ദം കേട്ടാണ് ആളുകൾ എന്താണ് എന്നുള്ള കാര്യം നോക്കുന്നത്. ആദ്യം ഇവിടെ കാട്ടുപന്നി എത്തിയതായിരിക്കാം എന്നുള്ളതായിരുന്നു ആളുകൾ കരുതിയിരുന്നത്. പിന്നീട് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആന എത്തിയത് കണ്ടത്. ഇങ്ങനെ ആന എത്തിയ സമയത്ത് അവിടെ പാപ്പാന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. പിന്നീട് നടത്തിയ പാപ്പാന്മാർ ഇങ്ങോട്ട് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെയധികം ഇവിടെയുള്ള ആളുകൾ രാവിലെ എഴുന്നേറ്റത് തങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഇത്തരത്തിൽ ഒരു ആന എത്തി നിൽക്കുന്നു എന്ന് കേട്ടുകൊണ്ടാണ്. ഏതായാലും ആന ഇപ്പോൾ ശാന്തനായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ ശാന്തനാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആനയെ വടം കെട്ടി തളയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങല ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ആനയെ ഉടൻ തന്നെ തളയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്.